എന്താ സാർ? ആ രഞ്ജിയും കൂട്ടരെയും കണ്ടോ? മാനേജ്മെന്റിന്റെ റൂമിലുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രാമേന്ദ്രൻ ഇപ്പൊ വന്നത് നന്നായി. വി വർ ഡിസ്കസിംഗ് അബൌട്ട് യു. ഇത്രയും പേരെ കണ്ടപ്പോ തന്നെ അത് മനസ്സിലായി. ഇദ്ദേഹം നമ്മുടെ MP മാത്യു സാർ, രഞ്ജിയുടെ ഫാദർ. ഇവരൊക്കെ മാനേജ്മെന്റിന്റെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരൊക്കെയാണെന്ന് എനിക്കറിയാം. വി കാണ്ട് എൻകറേജ് യു. ഇവിടുത്തെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ നിങ്ങളാണെന്നാണ് ഞാൻ മാനേജ്മെന്റ് കരുതുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇത്രയും വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോഴൊക്കെ വിട്ടുകൊടുത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാകാൻ വളം വെച്ച് കൊടുത്ത് നിങ്ങളല്ലേ? അടുത്ത വർഷം മുതൽ മാർക്ക് നോക്കി, സോറി ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ടങ്, ഡൊണേഷൻ നോക്കി അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ കൂടെ ആരോഗ്യം കൂടെ നോക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടം റൗഡികളെയാണ് നിങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് സൃഷ്ടിച്ചു വിടുന്നെങ്കിൽ അടുത്ത തലമുറ ഈ നാടിന്റെ നിറം ചോര ചുവപ്പാക്കും. അല്ല, ഇപ്പൊ ഇവന്മാരൊക്കെ ചെയ്യുന്നതും ഏതാണ്ട് അതൊക്കെ തന്നെയാണല്ലോ. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ്. അല്ലെങ്കിൽ ഇവന്മാരുടെ ഒന്നും മക്കൾക്ക് ഗുണ്ടായുസം കാണിക്കാൻ സ്ഥലമുണ്ടാവില്ലായിരുന്നു. പുറത്തിറങ്ങി വല്ലതും കളിച്ച നാട്ടുകാർ കൈവയ്ക്കും. മിസ്റ്റർ രാമേന്ദ്രൻ, നാവിന് എല്ലില്ലെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതണ്ട. നിങ്ങൾ രാഷ്ട്രീയക്കാരും ഇതുപോലെ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിൽ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് കൈയടി മേടിക്കുന്നത്. അതേ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് വരട്ടെ. രാമേന്ദ്രൻ, നിങ്ങൾ അതിരെ കിടക്കുന്നു. ഇവിടെ എന്തിനെങ്കിലും അതിരുണ്ടെങ്കിലല്ലേ സാർ കടക്കാൻ പറ്റൂ? മിസ്റ്റർ, നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ തോന്നിവാസത്തിന് തുള്ളാൻ ഞങ്ങളെ കിട്ടുമെന്ന് കരുതിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആരാ? ലെക്ചർ ഉദ്യോഗം എന്ന് പറഞ്ഞാ പിള്ളേരെ തല്ലാനുള്ള ലൈസൻസ് ഒന്നും അല്ല. ഇതെന്താ ഗുരുകുല വിദ്യാഭ്യാസമാണെന്ന് കരുതിയോ? വളച്ചു കെട്ടണ്ട. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോണെന്നായിരിക്കും. അത് വേണ്ട, അതെനിക്ക് കുറച്ചില്ല. ഞാൻ തന്നെ റിസൈൻ ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്കൊരു അന്തസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ തയ്യാറെടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഞാൻ ജോലി രാജിവെക്കുന്നു. നൗ ഐ ആം എ ഫ്രീ മാൻ. ഇപ്പൊ മുതൽ ഞാൻ ഈ കോളേജിൽ അധ്യാപനമല്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്നെ റൗഡിയെന്നോ ഗുണ്ടാന്നോ എന്ത് വേണേലും വിളിക്കാം. നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിൽ വിളിപ്പിക്കും. നിന്റെ ഈ തന്ത കണ്ടല്ലോ, നിന്റെയൊക്കെ ഭാഷ പറഞ്ഞ മെമ്പർ ഓഫ് പാർലമെന്റ് മാത്യു സാർ ഡൽഹിയിൽ നിന്ന് വന്ന് എന്നെ എന്തോ ഷേവ് ചെയ്ത് കളയെന്ന് പറഞ്ഞവൻ ഇയാളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ തല്ലാൻ പോവാടാ. ഇയാൾ വിചാരിച്ചാൽ എന്നെ ഒരു പുല്ല്